ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉണക്കസ്രാവ് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് ഒരു തക്കാളി, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ അതാ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ടില്ലെങ്കിൽ നന്നായി ഉടച്ച് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കിതിലോട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കസ്രാവ് കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കത് നന്നായി മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ, അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പെരുംജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ച് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത മീനിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കറി നല്ല കട്ടിയായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കത് വാങ്ങി വയ്ക്കാം. ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉലുവ, കറിവേപ്പില, ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണക്കസ്രാവ് കറി റെഡി ആയിട്ടുണ്ട്.